ഉദ്ഘാടനം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിലും നമ്മൾ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫീഡുകളിൽ നിറയെ രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖറാണ് ഇന്നിപ്പോ താരമായി മാറിയിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? നമ്മ മുതലാളി നല്ല മുതലാളി ഗുണമുള്ള മുതലാളി. പരിപാടി തുടങ്ങുന്നതിനും ദീർഘനേരം മുമ്പ് അദ്ദേഹം സ്റ്റേജിൽ പോയി ഇരിക്കുന്നു. മന്ത്രിമാരും മറ്റുള്ളവരും ഒക്കെ പുറത്ത് സദസ്സിൽ ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹം സ്റ്റേജിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേരളീയർ എല്ലാവരും സരസമായി കാണുന്ന കാര്യം കൂടിയാണല്ലോ. വികസനമാണ്, വലിയ പരിപാടിയാണ്, അതൊക്കെ ഓക്കെ. അതിനപ്പുറത്ത് ഇതിനെ നമ്മൾ ഈ സിനിമാ ക്ലിപ്പിങ്ങുകളും ട്രോളുകളും മീമുകളൊക്കെ ആയിട്ട് ഇതിങ്ങനെ കൊഴുക്കാണ്. അത്തരത്തിൽ ഇപ്പോ നമ്മള് BJP-യുടെ അധ്യക്ഷനാവട്ടെ മറ്റേത് പാർട്ടിയുടെ അധ്യക്ഷനാവട്ടെ വളരെ സീരിയസ് ആയിട്ടാണല്ലോ പൊതുസമൂഹം ഈ സംസ്ഥാന അധ്യക്ഷന്മാരെ കാണുന്നത്. അപ്പൊ ഇത് മൊത്തത്തിലൊരു കോമഡി ആയി പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് അങ്ങനെയാണ് അദ്ദേഹം. കാരണം മൊത്തത്തിലൊരു കോമഡി ആയി പോകുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് അങ്ങനെയാണ് അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചാർജ് ഏറ്റെടുത്ത് ഏകദേശം ഒരു മാസം കഴിയുമ്പോൾ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖറിലേക്ക് കേരള സംസ്ഥാനത്തിലെ പൊതുസമൂഹത്തിന്റെ ചർച്ച, പ്രത്യേകിച്ചും ഇന്ന് മാതൃഭൂമി ചർച്ച ചെയ്തൊക്കെ തന്നെ ആദ്യം ആ വിഷയമാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിനൊക്കെ തന്നെ അത്രത്തോളം പ്രാധാന്യം വരുന്നുണ്ട്. നിനക്കിതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്?